IOKM എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും മോക്ക് ടെസ്റ്റിന്റെ കാര്യം. അതിന് മുൻപ് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഓരോ വർഷവും തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് IOKM എക്സാംസ് എഴുതാറുണ്ട്. എന്നാലും അതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് മാത്രമാണ് ഇങ്ങനെയുള്ള എക്സാംസ് ക്വാളിഫൈഡ് ആവാറുള്ളൂ. എന്തുകൊണ്ടാണ്? ഇപ്പം ഒരേ കാര്യങ്ങൾ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒരേ ക്വസ്റ്റ്യൻസും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചില ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആവുന്നത്. ഇതിൻ്റെ ഒരു റീസൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിന് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതണം, എങ്ങനെ നമ്മൾ XNY കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് എഴുതാം, പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, IOKM എക്സാംസിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിഫൈങ് IOKM ആണ്. അതായത് IOKM ക്വാളിഫൈഡ് ആവുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് മെയിനായിട്ട് 2 ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് നമ്മളുടെ ഒരു തിങ്കിങ് കാപ്പബിലിറ്റീസ്, നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം കാണുന്ന സമയത്ത് നമ്മൾ ഈ ചേഞ്ചസ് ദി വേ വി അപ്രോച്ച് മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഒരു ബോർഡ് എക്സാം ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ ആ ടെക്നിക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ ടെക്നിക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ലെങ്തി ആയിരിക്കും, ഒക്കെ ശരിയാണ്. എന്നാലും ആ ടെക്നിക്ക് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സസൈസസ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ചെയ്തു വരുന്ന മെത്തേഡ് വർക്ക് ആയിക്കോളുന്നില്ല. അപ്പോൾ സാധാരണ ഒരു കുട്ടി എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ നിർത്തിയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പോസിബിലിറ്റി റെഡി ആവുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത പോസിബിലിറ്റിയിലേക്ക് ചിന്തിക്കണം. അത് കഴിഞ്ഞ് അതും റെഡി ആവുന്നില്ലെങ്കിൽ വേറെ പോസിബിലിറ്റി. ഈ പോസിബിലിറ്റീസ് ഒക്കെ മാറി മാറി ചിന്തിക്കാനുള്ളൊരു കഴിവ്, അതായത് ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൽ പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ്, ആ ഒരു തിങ്കിങ് കാപ്പബിലിറ്റി ഇവിടെ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തിങ്കിങ് കാപ്പബിലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് IOKMൽ മാത്രമാണോ ബെനിഫിറ്റ്സ്? അല്ല. നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് JEE പോലത്തെ എക്സാംസിലൊക്കെ ചെയ്യുന്ന സമയത്ത്, JEE അഡ്വാൻസ്ഡ് പോലത്തെ എക്സാംസിലൊക്കെ ഈ ഒരു ബെനിഫിറ്റ് നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. അപ്പം ഇതുപോലത്തെ എക്സാംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതൊരു ഈ IOKM എക്സാംസിന്റെ വേറൊരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ്സും മെഡൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലൊരു ക്വാളിഫൈഡ് ആണ്, IOKMൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇതിന്റെ മുൻപിലോട്ട് പോകുന്ന സമയത്ത് വേറെ ഒളിമ്പിയാഡ് എക്സാംസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് അത് വളരെയധികം നിങ്ങൾക്ക് എന്താണ്, വലിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തും അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് നമ്മളെ തിങ്കിങ് കാപ്പബിലിറ്റി, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ എയിൽ വരുന്നതാണ്. ആ ഒരു തിങ്കിങ്, ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ അത് കൂടാതെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതേപോലുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ക്വാളിഫൈഡ് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റേജുകളായിട്ട് എങ്ങനെയാണ് IOKM കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മളെ യൂട്യൂബിൽ നമ്മൾ XNY ഒളിമ്പിയാഡ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഓരോ സ്റ്റേജസ് IOKM കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം IOKM മോക്ക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, XNY നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിയൽ എക്സാമിന്റെ ഫീലിൽ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് മക്കളെ, നിങ്ങൾ എങ്ങനെയാണോ IOKM എക്സാം ചെയ്യുന്നത് അതിൻ്റെ ഡിഫിക്കൽറ്റി ഓർഡറിൽ അതിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്, വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതല്ല, നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും മോക്ക് ടെസ്റ്റ് ആയിട്ട്. 2 ഡേറ്റിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 2-നുണ്ട്, ഓഗസ്റ്റ് 30-നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു സംശയമാണ്, സാറേ ഞങ്ങൾ പഠിക്കുന്നൊക്കെ ഉണ്ട്, ശരിയാണ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്, വേറെ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്, ഇതിൽ വരുന്ന തിയറി ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എന്തിനാണ് പിന്നെ ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എന്നൊരു സംശയം വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. അതിനൊരു റീസൺ, മോക്ക് ടെസ്റ്റ് ആർ ദി ചീപ്പസ്റ്റ് മിസ്റ്റേക്സ് ദാറ്റ് യു ക്യാൻ മേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു എക്സാം എഴുതുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? അതായത് ഈ മോക്ക് ടെസ്റ്റ് എഴുതുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താക്കും? ശരിയാക്കും, അല്ലെങ്കിൽ എന്താക്കും? തെറ്റാക്കും. അതായത് നമ്മൾ ഈ എക്സാമിന് പഠിക്കുന്ന സമയത്താണെങ്കിലും
ക്ലാസ്സിലാണെങ്കിലും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശരിയാക്കണം. ഇനി അതിൽ തെറ്റിപ്പോയിക്കുകയാണെങ്കിലും അതിലൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് ചെയ്യുന്ന സമയത്ത്, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ മാത്സ് ഒരു ക്വസ്റ്റ്യൻ സാറ് തന്നു, എന്നിട്ട് അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തെറ്റ് വന്നു എന്ന് വിചാരിക്കാം. ആ തെറ്റ് വരുന്നത് ശരിക്കും നല്ലതാണെന്ന് ഞാൻ പറയാം. കാരണം ഒരു കുട്ടി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ട്രൈ ചെയ്തിട്ടുണ്ട്, അത് മാത്രമാണോ ബെനിഫിറ്റ്? ട്രൈ ചെയ്തെന്നുള്ളതാണോ ബെനിഫിറ്റ്? അല്ല. ആ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വന്നത് നമ്മളെ വീക്ക് പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ അത് എന്ത് ചെയ്യാൻ നോക്കും? കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ശരിയല്ലേ? അപ്പൊ അത് നമ്മൾ തെറ്റിക്കുക എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിൽ നമുക്ക് വീക്ക് പോയിന്റ് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. അത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും എഴുതണം. IOQM എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും അത് ഒരു എന്താ പറയാ, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ IOQM പോലത്തെ എക്സാംസിൽ. അപ്പൊ എന്ത് ചെയ്യുക മക്കള്, ഈ ഓഗസ്റ്റ് 2-നും ഓഗസ്റ്റ് 30-നുള്ള എക്സാംസിന് സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഇതിനുള്ള സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് സിലബസ്. 4 ടോപ്പിക്സ് ആണ് എക്സാംസിൽ ഉണ്ടാവുക. ആൾജിബ്ര, നമ്പർ തിയറി, ജോമെട്രി, കോമ്പിനറ്റോറിക്സ്. ഈ പറയുന്ന 4 ടോപ്പിക്സ് ആണ്. ഇതിൽ തന്നെ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ പോലും ഇതിന്റെ ഈ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന PYQസും പല ടോപ്പിക്സ് ആയിട്ടുള്ള പിന്നെ എന്താ പറയുക ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്സ് എന്നുള്ള തിയറി പാർട്ടും ഒക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ പല ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. 4 ടോപ്പിക്സ് ഉള്ളൂ. ഈ 4 ടോപ്പിക്സിൽ പിന്നെ ആൾജിബ്ര ഇമ്പോർട്ടൻ്റ് ആണ്, ജോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരല് നമ്പർ തിയറി, ജോമെട്രി എന്നുള്ള ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ അല്ലേ? ഇനി മോക്ക് ടെസ്റ്റിന്റെ സ്കെഡ്യൂൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എന്തിനാണ് മോക്ക് ടെസ്റ്റ്, ഇത് എന്തുകൊണ്ട് നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത് എന്നുള്ളൊരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മളുടെ വീക്ക് ടോപ്പിക്സ്, അതായത് നമ്മൾ ഈ ഒരു എക്സാം വെറുതെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല. എക്സാം കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്കോറും പെർഫോമൻസ് അനാലിസിസും ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് തെറ്റ് വന്നതെന്ന് മനസ്സിലായാൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാന്നുള്ളത് മനസ്സിലാവും. ശരിയല്ലേ? അപ്പൊ ആ വീക്ക് ഏരിയാസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എക്സാം സ്ട്രാറ്റജി മനസ്സിലാവും. ലേൺ ടൈം മാനേജ്മെന്റ്, റിഡ്യൂസ് എക്സാം ഫിയർ, അണ്ടർസ്റ്റാൻഡ് IOQM ക്വസ്റ്റ്യൻ പാറ്റേൺ, മെഷർ യുവർ പ്രിപ്പറേഷൻ ബിഫോർ ആക്ച്വൽ എക്സാം. അതായത് ഒരു കറക്റ്റ് ഒരു ആക്ച്വൽ എക്സാമിന്റെ ഒരു ഫീൽഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്, അതായത് IOQM എക്സാംസ് മോക്ക് ടെസ്റ്റ് എഴുതി അതിൽ നിന്ന് തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റുകൾ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ എക്സാമിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണും. ഓക്കെ, ഈ എക്സാം പിന്നെ ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ പോലും ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ പോലും ഇതിന് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ എക്സാംസിന് വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഇറ്റ് ചേഞ്ചസ് ദി വേ ഹൗ യു സീ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ കണ്ട് വെറുതെ പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സംഭവം, ആ ഒരു ഓപ്ഷൻസ് ആണ്. പല ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുള്ള ആളാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു ഉത്തരം നോക്കുകയാണ്, ചിലപ്പോൾ ഞാൻ ചെയ്തു വരുന്ന മെത്തേഡ് തെറ്റായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത മെത്തേഡിലേക്ക് പോകും. അതും ചിലപ്പോൾ തെറ്റായിരിക്കും, അടുത്ത മെത്തേഡിലേക്ക് പോകും. അങ്ങനെ ഒരു പോസിബിലിറ്റീസ് നോക്കിയിട്ട് ചെയ്യുന്നൊരു വേ ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പൊ മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മോക്ക് ടെസ്റ്റ് മിസ്സാക്കരുത്. അപ്പം ഇതാണ് നമ്മളുടെ മോക്ക് ടെസ്റ്റ്. ഇനി എങ്ങനെ നമ്മളുടെ മോക്ക് ടെസ്റ്റ് XNY കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതാന്നുള്ള കാര്യമാണ്. ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയിട്ട് തന്നെ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. എക്സാമിന്റെ ഒരു ഫീലോട് കൂടി തന്നെ എഴുതുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.